മന്ദാന്തോളിത ഹേമകുണ്ടലമണീശോണ പ്രഭാമണ്ഡലം കാഞ്ചീതാമപരീതപീതവസനം സംസക്തമുക്താവലിം കുന്ദീനന്ദന സാരഥിം കരതലാലംബി പ്രദോദാഞ്ചിതം വന്ദേ നന്ദതനൂജമംബരനദീനാഥം രമാവല്ലഭം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ശരണം, ശ്രീ പാർത്ഥസാരഥയേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയും. കഴിഞ്ഞ ദിവസം നമ്മൾ 32 ശ്ലോകങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ ഭഗവാൻ എന്തേ പറഞ്ഞിരുന്നത്? ഈ ദേഹി നിത്യമാണ്, അവധ്യനാണ്, ഈ ദേഹത്തിൽ എല്ലായിടത്തും വ്യാപിച്ചവനാണ്. അത് കാരണം അതിനെപ്പറ്റി, ആ ആത്മാവിനെ പ്രതി നീ ശോചിക്കേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതേപോലെ സ്വധർമ്മം അഭിച്ചാപേക്ഷ വികുംബിതുമർഹസി ധർമാദിയുദ്ധാശ്രേയോന്യ ക്ഷത്രിയസ്യന വിദ്യതേ. ഭഗവാൻ ആ കർത്തവ്യം, ഒരു ക്ഷത്രിയന്റെ കർത്തവ്യത്തിനെ ഓർമ്മപ്പെടുത്താണ്. അർജുന, നീ ഒരു ക്ഷത്രിയനാണ്, ക്ഷതിയുള്ളിടത്ത് അവിടുത്തെ ആ ക്ഷതിയെ ത്രാണനം ചെയ്യലാണ് നിന്റെ കർത്തവ്യം. അത് കാരണം ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം എന്താണ്? യുദ്ധം ചെയ്യലാണ്. അനുവദിച്ചിട്ടുള്ളതാണ്, ധർമ്മം അനുവദിച്ചിട്ടുള്ളതാണ് ക്ഷത്രിയന് യുദ്ധം ചെയ്യൽ. ഒരു സൈനികൻ പറയാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ധർമ്മവിരുദ്ധമാണ്. അപ്പം ആ ധർമ്മവിരുദ്ധമായ കർമ്മം ചെയ്താൽ അതിൻ്റെ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉത്തമമായ ഒരു കർമ്മമാണ് അവനവൻ്റെ കർത്തവ്യങ്ങളെ, ധർമ്മം അനുവദിച്ചിട്ടുള്ള കർത്തവ്യങ്ങളെ ചെയ്യാം. ആ ഒരു കർമ്മവും അതിനെ ഒരു വ്യക്തിക്കും ആ കർമ്മത്തിൽ നിന്ന് മോചിതനാവാൻ പറ്റില്ല. ആ വൈമുഖ്യമൊക്കെ വിട്ടിട്ട് നിനക്ക് വേറെ ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല, നിന്റെ കർമ്മം തന്നെ നിനക്ക് ചെയ്തേ പറ്റൂ എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അതേമാതിരി 32-ാമത്തെ ആ ശ്ലോകത്തില് യദൃച്ഛയാചോപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. ഈദൃശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു യുദ്ധം അപ്രതീക്ഷിതമായിട്ട്, യാദൃശ്ചികമായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതാരും കണക്കുകൂട്ടി ഉണ്ടാക്കിയ ഒരു യുദ്ധമല്ലായിരുന്നു. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുന്നു, അത് ഇത്ര ഭയാനകമാവും, എന്നേ അവരുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്നുള്ള മാതിരിയുള്ള ഒരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല, യാദൃശ്ചികമായിട്ടാണ് വന്നത്. അത് ദുര്യോധനൻ്റെ ഒരു വാശി കാരണമാണ് അത് ഉണ്ടായത്. അപ്പം അതുമാതിരിയുള്ള ഒരു യാദൃച്ഛികമായിട്ടുള്ളൊരു യുദ്ധം വന്നതിനെ നീ നിരാകരിക്കരുത്, അതിൽ പങ്കെടുക്കണം. ആ ക്ഷത്രിയന്മാർ ഇതിൽ സന്തുഷ്ടരാകും. കാരണം എത്രയോ ഇപ്പോൾ വലിയ വലിയ ഈ കായിക ഇതുണ്ട്, സ്പോർട്സ്മാൻസ് ഉണ്ട് അല്ലേ, അവരൊരു വേൾഡ് കപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനെ അവർ വിടാൻ തയ്യാറാവില്ല അല്ലേ. ഒരു വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പൊന്നും ഈ യുദ്ധത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല അർജുനനെ മാതിരിയുള്ള ഒരു ക്ഷത്രിയനെ പ്രതി വിചാരിക്കുകയാണെങ്കിൽ. ആ യോദ്ധാവിന് ശരീരനാശം സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് വീരസ്വർഗം കിട്ടും. അല്ല അവർ ജയിക്കുകയാണെങ്കിലോ ആ ഹസ്തിനപുരം 2 ഭാഗത്തെയും ഒന്നാക്കാൻ സാധിക്കും. ഒന്ന് ഹസ്തിനപുരമായി, ഒന്ന് ഇന്ദ്രപ്രസ്ഥമായിരുന്നു അല്ലേ, വിഭജിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് പഴയ ഹസ്തിനപുരം, അത് സ്വർഗത്തിനെ മാതിരി അത്രയും പ്രഭാവശാലി, എല്ലാ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം നിനക്ക് ഭരിക്കാൻ കിട്ടും. അപ്പം ഇത് ലഭിക്കാൻ, അങ്ങനെ ഒരു യുദ്ധം ലഭിക്കാന്ന് പറഞ്ഞാൽ അത്യന്തം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നതാണ്. ക്ഷത്രിയരെല്ലാം അവർ സന്തുഷ്ടരാകും എന്നാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അവനവൻ്റെ കടമ ഓരോ വ്യക്തിയും അനുസരിച്ചേ പറ്റൂ. 33-ാമത്തെ ശ്ലോകം. അധ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. അധ ത്വം ധർമ്മ്യം, അതുകൊണ്ട് ത്വം നീ ധർമ്മ്യം ധാർമ്മികമായിട്ടുള്ള ഇമം സംഗ്രാമം, ഈ യുദ്ധത്തിന്, കാരണം ഇത് നിന്റെ കർത്തവ്യമാണ്, നിനക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് കാരണം എന്നെ ചെയ്ത്, അഥവാ നീ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എന്തുണ്ടാവുക? തദസ്വധർമ്മം കീർത്തിം ച ഹിത്വാ, അതിനുശേഷം പിന്നീട് സ്വധർമ്മത്തിനെയും കീർത്തിയും ഒക്കെ നിനക്ക് ത്യജിക്കേണ്ടി വരും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കീർത്തികളും, നീ കുട്ടിക്കാലം മുതൽക്ക് സമ്പാദിച്ചുള്ള യശസ് മുഴുവൻ നിന്റെ നഷ്ടമാവും. അത് മാത്രമല്ല, നിനക്ക് പാപമവാപ്സ്യസി, നിനക്ക് പാപവും ലഭിക്കും.
അവനവൻ്റെ കർമ്മം വിധിച്ചത് ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് പാപങ്ങളാണ് അവർക്ക് അനുഭവിക്കേണ്ടി വരിക. ഈ സമയത്ത് അതിന് പ്രസക്തി ഇല്ലെങ്കിലും പഴയ കാലത്ത് വർണ്ണാശ്രമങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നുണ്ട്, പക്ഷെ മാനിക്കണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ വർണ്ണാശ്രമങ്ങളിൽ ഏത് വർണ്ണത്തിലാണോ അവർക്ക് അവരുടേതായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, കനിഷ്ഠനായിട്ടുള്ളവർ, അല്ലെങ്കിൽ ശൂദ്രൻ എന്ന് പറയപ്പെടുന്നു, പക്ഷേ ശുദ്ധർ എന്നാണ് അവർ പറയുന്നത്. അപ്പം അവനവന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അതൊന്നാണ് കർത്തവ്യങ്ങളുണ്ട്, അത് തന്നെ പാലിക്കണം. അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, എന്നാൽ അവർക്ക് സ്വർഗമല്ല, അവർക്ക് മോക്ഷം തന്നെ പ്രാപ്തി ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുക. അതേമാതിരി ആശ്രമങ്ങളുണ്ട്. ഒരു ബ്രഹ്മചാരിക്ക് വിദ്യ ആർജിക്കലാണ്. 25 വയസ്സ് വരെയാണ് അത്ര ഒരു ബ്രഹ്മചാരിയുടെ സമയം, പ്രായം 25 വയസ്സ്. അത്ര കാലം മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കാണ്ട് ഒരു വിദ്യാർത്ഥിയായിട്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ വേണ്ടി ആ വഴിക്ക് നടക്കുക. കാരണം വിദ്യ ഇല്ലാണ്ട് വിദ്യാവാൻ ലഭതേ, ശ്രദ്ധാവാൻ ലഭതയിലാണ്. ആ ശ്രദ്ധയോടുകൂടെ ആ വിദ്യ അഭ്യസിക്കണം. അപ്പോൾ പിന്നെ ഒരു ഗൃഹസ്ഥനായാൽ 50 വയസ്സ് വരെ ഗൃഹസ്ഥാശ്രമത്തിനെ പുഷ്ടിപ്പെടുത്തണം, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ നല്ല വഴിക്ക് നയിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വാനപ്രസ്ഥമുണ്ട്, അത് കഴിഞ്ഞിട്ട് സന്യാസമുണ്ട് എന്നൊക്കെയാണ് പഴയത്. അപ്പം അതൊന്ന് ഒരു ഇതിൽ നിൽക്കുമ്പോൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം അത് ചെയ്തിട്ടില്ലെങ്കിലോ ആ വ്യക്തിക്ക് പാപത്തിനെ സ്വീകരിക്കേണ്ടി വരും. ധാർമ്മികമായിട്ടുള്ള ഈ സമരം നീ ചെയ്തിട്ടില്ല എങ്കിൽ സ്വന്തം കടമ നീ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായിട്ടും പാപം ഏൽക്കേണ്ടി വരും, നിനക്ക് പാപം സമ്പാദിക്കേണ്ടി വരും. യുദ്ധവീരൻ എന്ന നിന്റെ യശസ്, നീ പരന്തപനാണെന്ന് ഭഗവാൻ പലവട്ടവും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പരന്തപൻ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഭീഷണിപ്പെടുത്തുന്നവൻ, ശത്രുവിന് അത്യന്തം ഭീതി നൽകുന്നവനാണ് നീ. അപ്പം നിന്റെ ആ യുദ്ധ പോരാളിയായിട്ടുള്ള അത്രയും വലിയ വീരനായിട്ടുള്ളവനാണ് എന്നുള്ള യശസ്സും നിന്റെ നഷ്ടപ്പെടും. ജീവിച്ചിരിക്കെ തന്നെ അപകീർത്തിയും കിട്ടും, മരണശേഷം നരകവുമായിരിക്കും ഫലം. കാരണം ഈ അർജുനൻ ഒരു സാധാരണ വ്യക്തിയല്ല. അവർ ആ ചൂതുകളിയൊക്കെ കഴിഞ്ഞ് അവർ വനത്തിലേക്ക് പോകണ്ടായി. അവർ 12 കൊല്ലം വനത്തിൽ പോയിട്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു. 1 കൊല്ലം അവർക്ക് അജ്ഞാതവാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വനത്തിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം ഭൂമിയിലത്തെ 5 കൊല്ലാണ്, പക്ഷേ സ്വർഗത്തിൽ 5 ദിവസമാണ്. ആ ഭൂമിയിലത്തെ 5 കൊല്ലത്തിന് വേണ്ടിയിട്ട് തൻ്റെ പിതാവായിട്ടുള്ള ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഈ അർജുനൻ പോയിരുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം പോയി. അതെന്നിട്ടാണ് ആ ബൃഹന്നളയൊക്കെ ആയിട്ട് തിരിച്ചു വന്നത്, ശാപമൊക്കെ കിട്ടി വന്നത് അല്ലേ. അപ്പം അന്ന് പിതാവായിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞു, അർജുന നീ പോയിട്ട് ആ പാതാളത്തിൽ കാലകേയന്മാർ എന്നുള്ള ഒരു അസുര വിഭാഗമുണ്ട്, ഒരു സഹോദരങ്ങളാണ് അവർ വലിയ ഉപദ്രവമാണ് സ്വർഗത്തിന് ചെയ്തു, എപ്പോഴെപ്പോഴും ആക്രമിക്കുന്നത്. അപ്പം അവരെ നീ പോയിട്ട് സംഹരിക്കണം, വർദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പോയിട്ട് അവരെ ആ കാലകേയന്മാരെ വരെ വധിച്ചു അത്രേ. അപ്പം ഇത്രയും യശസ്വിയാണ്, ഇത്രയും കീർത്തിമാനാണ്, വീരവില്ലാളിയാണ്, വില്ലാളി വീരനാണ്. എന്നിട്ടും നീ ഇങ്ങനെ പിന്തിരിഞ്ഞാൽ നിന്റെ യശസ്സും കീർത്തിയും എല്ലാം നശിക്കും എന്നാണ് ഭഗവാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാത് അതിരിച്യതേ. അഭിജഭൂതാനി തേ അവ്യയം കീർത്തിയും. അതുമാത്രല്ല അർജുന, ഈ ജനങ്ങള് ഭൂതാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചവര്, ഇവിടെ പ്രകടമായവര്. ഭൂതാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവര്, എന്നിട്ട് ഇവിടെ ഭവിച്ചവര്. ഭൂതാനി എന്ന് പറഞ്ഞാൽ ഭവിച്ചു, നമ്മളെല്ലാവരും ഇവിടെ ഭവിച്ചു അല്ലെ. അപ്പൊ ആ ഭൂതാനി എന്ന് പറഞ്ഞ ജനങ്ങള് തേ അവ്യയം കീർത്തിയും അകീർത്തിയും, നിന്റെ ആ നശിക്കാത്ത ദുഷ്കീർത്തി അവർ പറഞ്ഞു വരുത്തും. കഥയിഷ്യന്തി, ഒരു പറഞ്ഞു വരുത്തും. നിന്റെ നല്ല കാര്യങ്ങളെ ഒരു പക്ഷേ ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞില്ല എന്ന് വരും അല്ലേ. പല നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എത്ര ആൾ ചർച്ച ചെയ്യുന്നുണ്ട്? എന്തിനാ നമ്മൾ ഈ ചാനലുകളും തന്നെ അതിനെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? ലോകത്ത് എത്ര നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കൊള്ളരുതാത്ത കാര്യങ്ങളെ മാത്രം വിളിച്ച് പറഞ്ഞുകൊണ്ടേ നടക്കുക. അതിങ്ങനെ കാട്ട് തീ പോലെ പരന്നുകൊണ്ട് നടക്കുക. അപ്പം ഈ ദുഷ്കീർത്തിയും ഈ ജനങ്ങളെ പറഞ്ഞ് പരത്തും.
കഥയിഷ്യന്തി പറയും. സംഭാവിതസ്യ അകീർത്തി മരണാത് അതിരിച്ചതേ. സംഭാവിതസ്യ എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ആത്മാവ് അറിയുന്ന ഒരു വ്യക്തിക്ക്, അഥവാ ആത്മാഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മരണത്തിനേക്കാളും പേടി എന്തിനാണ്, അല്ലെങ്കിൽ അത് സുസ്വമായത് എന്താണ്? അകീർത്തിയാണ്. കാരണം മരണം ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ വരുള്ളൂ, ദിവസം ഒന്നും മരണം വരില്ല. പക്ഷെ അകീർത്തി അല്ലെങ്കിൽ ആ ദുഷ്പേര് വന്നാൽ എന്താ ഉണ്ടാവുക? അത് ഓർമ്മ വരുമ്പോൾ ആ വ്യക്തി മരിക്കണ മാതിരിയാണ് അല്ലെ? ആ നിമിഷം മരിക്കണ മാതിരി തോന്നും. അത് വളരെ കഷ്ടദായിയാണ്. അപ്പം ആ മനസ്സിൻ്റെ പീഡ, ശരീരത്തിൻ്റെ പീഡയ്ക്ക് നമ്മൾക്ക് എന്തെങ്കിലും അതിന് ഉപചാരം ചെയ്യാം. പക്ഷെ മനസ്സിൻ്റെ പീഡ എന്താ നീ ചെയ്യുക അർജുന? എന്നാൽ നിൻ്റെ യശസ് നശിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിന്നെ കേൾക്കുകയും കേൾക്കാതെയും ഒക്കെ നിന്നെ അപലപിച്ചുകൊണ്ടിരിക്കും. അപ്പം നിന്നെ ഒരു ഭീരുവാണെന്ന് പറയും. ഒരു മാന്യനായിട്ടുള്ള, ഒരു ആത്മാഭിമാനിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് ദുഷ്കീർത്തി അഥവാ അപമാനം എന്നാണ് ഭഗവാൻ പറയണത്. ഭയാത് രണാത് ഉപരതം മാംസ്യന്തേ ത്വാം മഹാരഥ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. മഹാരഥന്മാര് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ പ്രവീണന്മാരായവര്, ത്വാം ഭയാത് രണാത് ഉപരതം, അവരെന്താ വിചാരിക്കുക? അപ്പോൾ എതിർകക്ഷികളായിട്ടുള്ള കൗരവന്മാരുടെ ഭാഗത്തുള്ളവരെന്ത് വിചാരിക്കും? അവർ വിചാരിക്കും നീ പേടിച്ചിട്ട്, അവരെയൊക്കെ പേടിച്ചിട്ടാണ് പിന്മാറിയത്, അല്ലാണ്ട് നിൻ്റെ ആ സന്മനസ്സിനെ അവരൊന്നും മാനിക്കില്ല. അവരോടുള്ള ദയ കാരനാണ്, അവരോടുള്ള സഹതാപം കാരനാണ് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്നൊന്നും അവർ വിചാരിക്കില്ല. അവർ വിചാരിക്കും നീ ഭീരുവാണ്, അവരെ കണ്ട് പേടിച്ചിട്ട് നീ പിന്തിരിഞ്ഞോടി. മാംസ്യന്തേ, അങ്ങനെ അവർ വിചാരിക്കും. യേശാന്തം ബഹുമത, അവര് നീ ബഹുമാന്യനായിരുന്നു എന്നൊന്നും വിചാരിക്കില്ല. ഭൂത്വാധുനാ ലാഘവം യാസ്യസി, അപ്പം നീ ഇതുവരെ ഉണ്ടായിരുന്ന ആ ബഹുമാന്യത അല്ലെങ്കിൽ നിന്റെ അഭിമാനമൊക്കെ നശിച്ചിട്ട് വെറും ലാഘവത്തെ, വെറും നിസ്സാരൻ. ഒരു ഭീരുവിനെ ആരൊക്കെ ഒരു ആദരവുണ്ടാവുക? ഭീരുവിനെ ആരൊക്കെ ആദരവുണ്ടാവില്ല അല്ലേ? ഒരു യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയ ഒരു സൈനികനെ ആരെങ്കിലും ആദരിക്കൂ? പക്ഷെ അതേ യുദ്ധത്തിൽ മരിച്ചു, ശത്രുവിനെ, അനേക ശത്രുക്കളെ കൊന്നിട്ട് സ്വയം മരിച്ചാലോ പരംവീര ചക്രമൊക്കെ കിട്ടുക അല്ലേ? അപ്പം അത് കാരണം നീ ഇവിടുന്ന് അവരോടുള്ള ദയ കാണിച്ചിട്ട് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അവർ നിന്നെ ആദരിക്കില്ല. അവർ നിന്നെ ഭീരുവാണെന്ന് വിചാരിച്ച് വെറും നിസ്സാരനായിട്ട് കണക്കാക്കും. നിനക്ക് സ്വയം ആത്മഗ്ലാനിയാവും, നീ ഒരു നിസ്സാരനായിട്ട് നിനക്ക് തോന്നും. ലോകം മുഴുവനും പുഴക്കഴ്ത്തിയിട്ട് കാര്യമില്ല, നമ്മൾ സ്വയം തോന്നണം നിസ്സാരനാണോ അല്ല നമ്മൾ ആത്മാഭിമാനിയോ ആണോ എന്നുള്ളത് അല്ലേ? അപ്പം ഭയം കൊണ്ടാണ് നീ രംഗത്ത് നിന്ന് പോയതെന്ന് പറഞ്ഞ് വരത്തും അവരെല്ലാവരും. അപ്പം നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന നിന്റെ ഭാഗത്ത് ആ അർജുനൻ്റെ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ ഭാഗത്ത് യുദ്ധത്തിന് വന്നിട്ടുള്ള മിത്രങ്ങളായിട്ടുള്ള രാജാക്കന്മാരും അവരുടെ ഉത്സാഹവും നശിക്കും. അവരും തന്നെ ലാഘവമായിട്ട് കണക്കാക്കും. നിസ്സാരനെ, ഇവനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടെ എന്ന് വിചാരിക്കും. അവരെല്ലാവരും തന്നെ പഴിക്കും അർജുന എന്നാണ് ഭഗവാൻ പറയണത്. അവാചവാദാച ബഹൂൻ വദിഷ്യന്തി തവാഹിത നിന്ദം തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. തവ അഹിത തവ സാമർത്ഥ്യം നിന്ദന്ത. തവ അഹിത, അഹിതന്മാര്, നിന്റെ അഹിതന്മാര്, തവ സാമർത്ഥ്യം, നിന്റെ സാമർത്ഥ്യത്തിനെ, യുദ്ധ ചാതുര്യത്തിനെ, നിന്ദന്ത, അവർ നിന്ദിക്കലൊടങ്ങും. ഇവൻ എങ്ങനെയാണ് ഇത്ര കാലം ഇങ്ങനെ യുദ്ധം ചെയ്തു എന്നൊക്കെ പറയണേ? ഇവൻ്റെ ഒരു യുദ്ധത്തിനൊന്നും അറിയില്ല. ബഹൂൻ അവാചവാദാൻ വദിഷ്യന്തി. ബഹൂൻ പലതരത്തിലുള്ള വചനാർഹങ്ങളല്ലാത്തെന്ന് പറഞ്ഞാൽ പറയാൻ കൊള്ളില്ല അത്രയും തരം താണ വാക്കുകൾ അവരെ നിനക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നിന്നെ അത്തരത്തിൽ അവർ ദുഷിച്ച് വർത്താനം പറയും.
തത ദുഃഖതരം കിം നു, അതിനേക്കാളും ദുഃഖതരമായിട്ട് വേറെ എന്താ ഉള്ളത്? അന്യര് പഴിക്കുമ്പോൾ അത് വളരെ ദുഃഖതരമാണ്. പറയാൻ കൊള്ളില്ല, അത്രയും തരം താണ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് നിനക്ക് കേൾക്കാൻ പറ്റില്ല, നീ വളരെ ദുഃഖിതനാവും അർജുന. അതിനേക്കാളും ദുഃഖതരമായിട്ട് കിം നു, എന്താണുള്ളത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോൾ ആത്മാഭിമാനിയായിട്ടുള്ളൊരു വ്യക്തിക്ക് അപകീർത്തി മരണ തുല്യമാണ്. അത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. നീ ഒരു വെറും ഭീരുവാണ്, നിന്റെ ഭീരുത്വം കാരണമാണ് നീ ഈ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയത് എന്നവരെല്ലാവരും നിന്നെ പരിഹസിക്കും, നിന്നെ പഴിക്കും. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ചിത്വാ വാം ഭോക്ഷ്യസേ മഹീം തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. ഹതവാ സ്വർഗം പ്രാപ്സ്യസി, അല്ല നീ ഇപ്പം അവരെ ഒന്നും വധിച്ചില്ല, നീ സ്വയം മരണപ്പെട്ടു, അവരാൽ വധിക്കപ്പെട്ടു. എങ്കിലും നിനക്ക് ലാഭമാണ് അർജുന. കാരണം സ്വർഗം പ്രാപ്സ്യസി, നീ സ്വർഗത്തിനെ, വീരസ്വർഗത്തിനെ പ്രാപിക്കും. ചിത്വാവാ മഹീം ഭോക്ഷ്യസി, അല്ല നീ ജയിക്കുകയാണെങ്കിലോ, ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സമൃദ്ധമായിട്ടുള്ള ഹസ്തിനപുരം എന്ന രാജ്യത്തിനെ ഭരിക്കാൻ സാധിക്കും. അവിടുത്തെ രാജാക്കന്മാരായി നിങ്ങൾക്ക് എല്ലാവിധ സുഖങ്ങളും ഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും. ഭോക്ഷ്യസി, നിങ്ങൾക്കതിനെ അനുഭവിക്കാൻ സാധിക്കും. തസ്മാ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ, അതിനാൽ ഹേ കുന്തിപുത്ര, യുദ്ധായ അഥവാ യുദ്ധത്തിന് വേണ്ടിയിട്ട് കൃതനിശ്ചയ, നല്ല നിശ്ചയിച്ചിട്ട് ഉറപ്പിച്ചിട്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്ക്. ആദ്യം ഒന്ന് എഴുന്നേൽക്ക്. ഉത്തിഷ്ഠ ജാഗ്രത എന്നാ പറയുക അല്ലേ. ഉത്തിഷ്ഠ, ആദ്യം എഴുന്നേൽക്കുക, പിന്നെ തന്നെ ഉഷാറായിക്കോളും, ഉത്സാഹഭരിതരായിക്കോളും. അത് കാരണം ഹേ കുന്തി പുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ മരണപ്പെടും, അല്ല നീ അനേകം യോദ്ധാക്കളെ, ശത്രുക്കളെ വധിക്കും. അവരെ വധിക്കുകയാണെങ്കിൽ നിനക്ക് യുദ്ധത്തിൽ ജയിച്ചിട്ട് രാജ്യത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ കിട്ടും. സ്വയം മരിക്കുകയാണെങ്കിലോ നിനക്ക് വീരസ്വർഗം കിട്ടും. അപ്പം രണ്ട് സൈഡിലും നോക്കിയാൽ നിനക്ക് ലാഭമാണല്ലോ. അതിനാൽ നീ ഒരു ഉറച്ച തീരുമാനമെടുത്തിട്ട് യുദ്ധത്തിന് എഴുന്നേറ്റ് തയ്യാറാവൂ. അപ്പോൾ ഭഗവാൻ ഇവിടെ അർജുനനെ ഒരു സ്വാന്തനയൊന്നും കൊടുക്കല്ല. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നീ എന്നെ ജയിക്കാനുള്ള കാരണം നീ ഉറപ്പിച്ചോ, നീ എന്നെ ജയിക്കും, എൻ്റെ ഭാഗത്താവും ജയം എന്നൊന്നും അങ്ങനെ ഒരു ഉറപ്പൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഭഗവാൻ. എവിടെ കൊടുത്തിട്ടുണ്ട്? അത് കാരണം അവനവൻ്റെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമാണ്. അല്ലാണ്ട് ഭഗവാൻ എല്ലാം എൻ്റെ ഭഗവാൻ ചെയ്തുതരും, എല്ലാം എൻ്റെ ഭഗവാൻ ചെയ്തുതരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ആരെ സഹായിക്കുക? സ്വയം കർമ്മം ചെയ്യുന്നവരെ, പ്രയത്നിക്കുന്നവരെ ഭഗവാൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ചെയ്യട്ടെ. ഭഗവാൻ വിധിച്ചതുമാതിരി വരും, ഭഗവാൻ വിധിച്ചതുമാതിരി വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം എഴുന്നേറ്റ് പ്രയത്നിക്കേണ്ടി വരും. കാരണം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ സ്വയം തൻ്റെ അടുത്തുണ്ടെങ്കിലും ഭഗവാൻ യാതൊരു ഉറപ്പും അർജുനന് കൊടുക്കണില്ല. അർജുന, നീ യുദ്ധം ചെയ്തോ, നിന്നെ ഞാൻ ജയിപ്പിക്കാം എന്നൊന്നും ഭഗവാൻ ഒരു ഉറപ്പും കൊടുക്കണില്ല. ചിലപ്പോൾ നീ കൊല്ലപ്പെടും, അപ്പം സ്വർഗം കിട്ടും, അല്ല നീ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് രാജ്യം കിട്ടും എന്ന് മാത്രമാണ് പറയണത്. അപ്പം ഇതൊക്കെ ഭഗവാൻ ഒരു വളച്ചുകെട്ടും ഇല്ലാണ്ട് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അർജുനൻ്റെ അടുത്ത് പറയണം. കാരണം ഭഗവാൻ ഒരിക്കലും ഒരു വളച്ചു കെട്ടിയൊരു വർത്താനം പറയാറില്ല. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നേവം പാപമവാപ്സ്യസി. സുഖ ദുഃഖ ലാഭാലാഭോ ജയാജയോ സമേ കൃത്വാ, സുഖാസുഖങ്ങളെ അല്ലേ, സുഖ ദുഃഖേ സമേ കൃത്വ, സുഖത്തിനെ ദുഃഖത്തിന് സമമായിട്ട് കണക്കാക്കുക. എല്ലാം വന്നും പോയിരിക്കണതാണ്. അത് ആഗമാപായിനു എന്ന് തന്നെ ഭഗവാൻ അതിന് പറഞ്ഞത്. അത് വന്നും പോയി കൊണ്ടിരിക്കും. സുഖം വരും, പിന്നെ ദുഃഖം വരും, പിന്നെ സുഖം വരും, പിന്നെ ദുഃഖം വരും. ചിലപ്പോൾ ലാഭാവും, ചിലപ്പോൾ നഷ്ടവും, രണ്ടും സംഭവിക്കാം. ലാഭം നഷ്ടം, അതുമാതിരി ജയം അപജയം. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ഇതിനെ സമീകൃത്വ, ഇതിനെ സമമായിട്ട് വിചാരിച്ചിട്ട് തഥാ യുദ്ധായ യുജ്യസ്വ, യുദ്ധത്തിന് നീ തയ്യാറായാലും ഒരുങ്ങിയാലും ഏവ പാപം ന അവാപ്സ്യസി, എന്നാൽ നീ യുദ്ധത്തിന് തയ്യാറായി, യുദ്ധം നിന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് നീ യുദ്ധം ചെയ്യുകയാണെങ്കിലോ നിനക്ക് പാപം കിട്ടില്ല.
അല്ലെങ്കിൽ നിനക്ക് പാപം കിട്ടും, നീ സന്യാസിയായാലും വേണ്ടില്ല, നീ വേറെ വിഷയാടനം ചെയ്താലും വേണ്ടില്ല, പാപം നിൻ്റെ പിന്നിൽ വിടില്ല. കാരണം നീ നിൻ്റെ കർത്തവ്യം പൂർണ്ണമാക്കിയിട്ടില്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും അവനവൻ്റെ കർത്തവ്യങ്ങളെ പൂർണ്ണമാക്കിയിട്ട് മാത്രമാണ് മറ്റുള്ള ആശ്രമങ്ങളിലേക്ക് പ്രവേശിക്കാൻ. കാരണം ഒരു ഗൃഹസ്ഥൻ തൻ്റെ കർത്തവ്യം പൂർണ്ണമാക്കി അതിൻ്റെ ശേഷം മാത്രമേ ഒരു വാനപ്രസ്ഥോ സന്യാസത്തിലേക്കോ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കർത്തവ്യമായിട്ട്, യുദ്ധം തന്നെ കർത്തവ്യമായിട്ട് മാത്രം വിചാരിച്ചിട്ട് നീ യുദ്ധം ചെയ്യണം. ഇതിൻ്റെ ഫലത്തിനെ പറ്റി നീ ചിന്തിക്കേണ്ട. ഫലം സന്തുഷ്ടിയായിരിക്കാം, സന്താപമായിരിക്കാം, ലാഭാവാം, നഷ്ടാവാം, ജയിക്കാം, തോൽക്കാം എന്നതിനെക്കുറിച്ചൊന്നും ഓർക്കരുത്. നമ്മൾ ഒരു കുട്ടികളൊക്കെ റിലേ ഓടും അല്ലേ, റിലേ അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ പല സ്കേറ്റിങ് അങ്ങനെ പല ഇതുണ്ടാവും. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുക, പിന്നാക്കം തിരിഞ്ഞു നോക്കുക, എൻ്റെ പിന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ, ഞാനാ ജയിക്കുക, ഞാൻ തോൽക്കുമോ, അങ്ങനെയായിട്ടുള്ളവർക്ക് അവർക്ക് ജയിക്കാൻ പറ്റില്ലേ, അവരൊരിക്കലും ജയിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നാക്കം തിരിഞ്ഞു നോക്കിയിട്ട് ഓടാൻ നിന്നാൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. തൻ്റെ ലക്ഷ്യത്തിലേക്ക് നേരെ പോവുക. അത് ജയാവാം തോൽവിയാവാം, അവനവൻ്റെ കഴിവ് എത്ര ഉണ്ട് അത് ആ പ്രയത്നം ചെയ്യും. അതന്നെ ഇവിടെയും ഭഗവാൻ പറയണത്. എന്നാൽ അവനവൻ്റെ കർത്തവ്യത്തിനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ കഠിന അധ്വാനത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ അത് ജയാവാം തോൽവിയാവാം, ലാഭമോ അലാഭമോ എന്താവാം, അത് കർത്തവ്യം നിറവേറ്റലാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് ഓർത്തിട്ട് അതാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കണം. അതായിരിക്കണം ഓരോ വ്യക്തിയുടെയും വിചാരം. ഒരു മനുഷ്യജന്മം കിട്ടി അതിന് ചില കർത്തവ്യങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്, ചില കർമ്മങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ പൂർണ്ണമാക്കണം. മറ്റുള്ള ജീവജാലങ്ങൾക്ക് അങ്ങനെയല്ലേ, അവർക്ക് 4 കാര്യങ്ങളേ ഉള്ളൂ അല്ലേ, ഭഗവത് പ്രാപ്തി പറഞ്ഞിട്ടില്ല അവർക്ക്. ഭഗവത് പ്രാപ്തിക്ക് നമ്മൾ നമ്മുടേതായ കർത്തവ്യങ്ങൾ പൂർണ്ണമാക്കി തന്നെ വേണം. മറ്റുള്ളവർക്ക് എന്തേ വേണ്ടുള്ളൂ, അവർക്ക് ജനിച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അവർക്ക് ഉറക്കം വന്നാൽ അവർ ഉറങ്ങും, അന്യപ്രജകളെ അവർ സൃഷ്ടിക്കണം. അതേമാതിരി അവർ ശത്രു വരുമ്പോൾ ഒന്നും ഓടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ദേഹരക്ഷ, ഇത്രയേ ഉള്ളൂ അവർക്ക്, ശരീരത്തിനെ രക്ഷിക്കും, അല്ലെങ്കിൽ ആ ശത്രുവിനെ തിരിച്ചു ഓടിക്കും. അപ്പോൾ ഈ 4 ഉള്ളൂ മനുഷ്യരല്ലാത്ത അന്യജീവജാലങ്ങൾക്ക്. പക്ഷെ മനുഷ്യർക്ക് അതല്ല, മനുഷ്യർക്ക് മുക്തി നേടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടുള്ള ഒരു വിവേകം തന്നിട്ടുണ്ട്. അപ്പം അതിനും കൂടി വേണ്ടി പ്രയത്നിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാ ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷേ തേ അഭിഹിതാ സാഖ്യേ. ഏഷാ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി, ഏഷാ സാഖ്യ, ഈ ഏഷാത്തെ അഭിഹിത, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വാക്കുകളെ കൂട്ടിച്ചേർക്കാം. അപ്പം ഈ ബുദ്ധി, ഓരോ വ്യക്തിക്കും അവനേൻ്റെതായിട്ടുള്ള ബുദ്ധി ഉണ്ട്. ഈ ബുദ്ധി തേ സാഖ്യേ അഭിഹിത. ഇത് സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ, സാഖ്യശാസ്ത്രം അങ്ങനെ നോക്കിയാൽ പലതരത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കപില മഹർഷി പറഞ്ഞ സാഖ്യമല്ല ഇവിടെ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളത്. ഭഗവാൻ എങ്ങനെയാ വെച്ചാൽ ഒരു അവതാരം എടുത്താൽ അത് പിന്നെ വിട്ടു, പിന്നെ അതേമാതിരിയുള്ള അവതാരം എടുക്കൽ പതിവില്ല. അതുമാതിരി ഓരോ സ്ഥലങ്ങളിൽ ഭഗവാൻ പോയി, അവിടെ പോയി, പിന്നെ തിരിച്ചു അയോധ്യയിലേക്ക് മാത്രം ഭഗവാൻ തിരിച്ചു വന്നു അല്ലേ. ശ്രീകൃഷ്ണൻ്റെ കാര്യം ആലോചിച്ചാൽ നമുക്കറിയാം. ഭഗവാൻ മധുരയിലേക്ക് പോയി, പക്ഷേ മധുരയിൽ തിരിച്ചു വന്നു ഭഗവാൻ മധുരയിലേക്ക്. പക്ഷേ ഭഗവാൻ മധുരയിൽ എന്നുമായിട്ട് താമസിച്ചില്ല, ദ്വാരകയിലേക്ക് പോയി. ദ്വാരക എന്നൊക്കെയോ ആയിട്ട് ഭഗവാൻ വിട്ടു, പിന്നെ ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് വന്നില്ലേ. അപ്പോൾ അതേമാതിരി തന്നെയാണ് ഇവിടെയും. ഒന്ന് പറഞ്ഞ ഒരു ഉപദേശം വീണ്ടും വീണ്ടും അതേമാതിരി ഭഗവാൻ പറയലില്ല. ഇവിടെ സാഖ്യം എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ജ്ഞാനം എന്ന് ഇപ്പം പറയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അർത്ഥവ്യാപ്തി എത്രയെന്ന് നമുക്കൊന്നും സാധാരണക്കാർക്ക് പറയാൻ പറ്റില്ല. അത്രയും വലിയ വ്യാപ്തമായ ഒരു അർത്ഥമുള്ളതാണ് ഈ ശബ്ദം സാഖ്യം. ഭാഗവതത്തിൽ ഇതിൻ്റെ അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇതിനെ വിവരിച്ചിരുന്ന 8 അധ്യായത്തിലാണ്, ആ കപിലോപദേശത്തിൽ അല്ലേ. ആ 3-ാമത്തെ സ്കന്ധത്തിലെ 8 അധ്യായങ്ങളായിട്ടാണ് ഇതിനെ കപില മഹർഷി ഉപദേശിച്ചിട്ടുള്ളത്. അപ്പം അവിടെ വരുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ കുറച്ച് വ്യത്യാസമായി. അവിടെ സദ്യോമുക്തി, ക്രമശമുക്തി ഒക്കെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സാഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വിശാലമായ ഒരു സമുദ്രം തന്നെ വേണം പറയാൻ. അത് ഓരോ അവസരങ്ങളിൽ അതിൻ്റെ അർത്ഥങ്ങൾ മാറി മാറി വരുന്നു. അത് വലിയ വലിയ വിദ്വാൻമാർക്കൊക്കെയാണ് അതിനെ നേരമാതിരി ചർച്ചയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പം ഈ ബുദ്ധി തേ സാഖ്യേ അഭിഹിത മയാ.
ഞാൻ നിനക്ക് ആയിക്കൊണ്ട് ഈ സാഖ്യ തത്വത്തിനെ അനുസരിച്ചിട്ട്, സാഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അനലൈസ് ചെയ്യാം ആത്മാവിനെയും ഈ ദേഹിയും ദേഹത്തിനെയും അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദേഹിയും എന്താണ് എന്നുള്ള വിശകലനം ചെയ്യാം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 99 വരെ ഈ നമ്മുടെ ശരീരത്തിനെ നമുക്ക് വിശകലനം ചെയ്യാം. പിന്നെ 100ാമതായിട്ട് ആത്മാവ്. അതല്ല, അതിനെ വളരെ ചെറുതാക്കിയിട്ട് 25 അതിലും കുറവാക്കിയിട്ടുണ്ട്. അപ്പം പല ഋഷികളിൽ നിന്ന് അതൊക്കെ ശരിയാണോ വെച്ചാൽ എല്ലാം ശരി. ഓരോ ഋഷികളുടെയും ആ അനുഭൂതിയെ അവർ വ്യക്തമാക്കി. നമുക്കൊരു ശാസ്ത്രമല്ല, നമുക്ക് അനേക ശാസ്ത്രങ്ങളാണ്. ഇത്രയും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അറിഞ്ഞതും ചിലപ്പോൾ ഇതുവരെ അറിയാണ്ടിരിക്കുന്നതായിട്ടുള്ള ചിലപ്പോൾ ശാസ്ത്രങ്ങൾ കാണുമായിരിക്കും. അപ്പം അതിൽ ഓരോ ഋഷികളും അവരുടെ അനുഭൂതികളെയാണ്. ഇപ്പം നമ്മൾ ഓരോരുത്തർ PhD എടുക്കുന്നു അല്ലേ, അവരവരുടെ ആ അറിവിനെ അവരിങ്ങനെ അതേമാതിരി വേണം നമ്മൾ അതിൻ്റെ ആ തീസീസ് എഴുതി, അല്ലെങ്കിൽ ആ തിയറി അവർ എഴുതുണ്ടാക്കി. അപ്പം അതിനെ തെറ്റാണെന്ന് അവരുടെ ആ ധ്യാനത്തിൽ, അവരുടെ സമാധിയിൽ അവർക്ക് വന്ന അനുഭൂതിയാണ് അവർ എഴുതിണ്ടാക്കുന്നത്, പറഞ്ഞ് ശിഷ്യർക്ക് പഠിപ്പിച്ചത്. അപ്പം ഈ ഭഗവാൻ തുടർന്ന് പറയുകയാണ്, ഇതുവരെ നിനക്ക് ഞാൻ അപഗ്രഥന ആത്മകമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാഖ്യം എന്ന അപഗ്രഹിക്കുക, അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പഠനത്തിലൂടെ, ഈ ദേഹി എന്താണ്, ദേഹം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആ പഠനത്തിലൂടെ ആ ജ്ഞാനത്തിനെ പറ്റിയിട്ട് നിനക്ക് ഞാൻ വിവരിച്ച് തന്നു. സാഖ്യം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള അറിവ്. ശരിയായിട്ടുള്ള അറിവ് എന്താണ്? ഇവിടെ ജഡ ചേതനകളെ പറ്റിയിട്ടുള്ള മനസ്സ്. ജഡം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ഈ ശരീരം ജഡമാണ്. ആ ചേതന അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ അത് ചലനാത്മകമായി. ആ ചേതന, ആ ആത്മാവ് അതിനെ വിട്ടുപിരിഞ്ഞാൽ വീണ്ടും അത് ജഡമായി. പിന്നെ അത് യാതൊരു നിലനിൽപ്പില്ല. അത് പതുക്കെ ജീർണ അവസ്ഥയിലേക്കും പോകും. അപ്പം ഇതിനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? 100 കൊല്ലം അല്ല അതിൽ അധികം കൊല്ലം പിടിച്ചു നിർത്തുന്നത് ഈ ഉള്ളിലിരിക്കണ വളരെ അണുവിലും ചെറുതായിട്ടുള്ള ഈ ഒരു ചേതനയാണ്. അതിൻ്റെ രണ്ടിൻ്റെയും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടാണ് സാഖ്യയോഗങ്ങളൊക്കെ കപില മഹർഷി ആയിക്കോട്ടെ ശ്രീകൃഷ്ണനായിക്കോട്ടെ വിവരിക്കുന്നത്. ഇത് രണ്ടാളും ഒന്ന് തന്നെയാണല്ലോ, 2 അവതാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇനി ഞാൻ നിനക്ക് വിവരിച്ച് തരാം. അത് നീ കേൾക്കൂ. ശൃണു എന്ന് പറഞ്ഞാൽ കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാവാൻ സാധിക്കും. ഇതിനെപ്പറ്റി നന്നായി വിശകലനം ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കർമ്മബന്ധങ്ങളിൽ പെടാതെ, കർമ്മബന്ധങ്ങൾ ഉണ്ടാവുകൊണ്ടാണ് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നത്. ഒരു വ്യക്തിക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നത് എന്താണ്? കർമ്മങ്ങളുടെ ആ ഫലം അത് ബാക്കി കിടക്കണം, പ്രാരബ്ധം ബാക്കി കിടക്കണം. നമ്മുടെ ആ സഞ്ചിത കർമ്മങ്ങൾ ഇങ്ങനെ ബാക്കി കിടക്കാൻ അനുഭവിക്കാം. സുഖമായിരിക്കാം, ദുഃഖമായിരിക്കാം. അത് നമ്മുടെ ഭാഗ്യമായിട്ട് വരാം, നമ്മുടെ പീഡനങ്ങളായിട്ട് വരാം അല്ലേ. നമ്മുടെ സത്കർമ്മങ്ങളാവാം, ദുഷ്കർമ്മങ്ങളാവാം. അതില്ലാണ്ടിരിക്കാൻ എന്ത് വേണം? അതാണ് ഇനി നിനക്ക് പറഞ്ഞു തരാനുള്ളത് എന്നാണ് ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയണത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഇഹ അഭിക്രമനാശ, ഇഹ അഭിക്രമനാശ. വായിക്കുമ്പോൾ നേഹാഭിക്രമനാശോസ്തി എന്ന് നമ്മൾ വായിക്കണം. പക്ഷെ അതിനെ പിരിച്ച് പറയുകയാണെങ്കിൽ ന ഇഹ അഭിക്രമനാശ അസ്തി. സംഭവിക്കണില്ല, നാശിക്കണില്ല. ഇവിടെ ഒന്നും നശിക്കണില്ല, എല്ലാം പരിണമിക്കണേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ പറയാണ്, ഇഹ അഭിക്രമനാശ ന അസ്തി. ഈ യോഗത്തിൽ, ഏത് സാഖ്യയോഗത്തിൽ, ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭക്തിയോഗത്തിൻ്റെ തന്നെ ഒരു വേറെ രൂപം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭക്തിയോഗത്തിനെയും സാഖ്യയോഗത്തിനും വേറെ എന്ന് പറയുന്നവർ വെറും ബാലിശരാണ് എന്ന് മുന്നോട്ടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ ഉദ്യമം എന്താ? പ്രയത്ന നഷ്ടം സംഭവിക്കില്ല. ഏതിൻ്റെ? ഈ ധർമാനുസരണം കർമ്മം ചെയ്യുന്നതിൻ്റെ അതൊന്നും നശിക്കില്ല, ആ പ്രയത്നങ്ങളൊന്നും നശിക്കില്ല.
അതിലൊരു ന്യൂനതയും വരില്ല. പ്രത്യവായ എന്ന് പറഞ്ഞാൽ ന്യൂനതയും വരില്ല. ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്യണത് ധർമ്മ അധിഷ്ഠാനത്തിലാണ്, കർത്തവ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അല്പസ്വല്പം ത്രുട്ടികളുണ്ട്, എങ്കിലും അതിന് യാതൊരു നാശവും വരില്ല, അതിൽ ന്യൂനത ഇല്ല, ത്രുട്ടികൾ വരില്ല. അതേമാതിരി ആ ഉദ്യമത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രയത്നത്തിന് ആ പ്രയത്നം നഷ്ടമാവില്ല, അത് അവിടെ തന്നെ കിടക്കും. ഇപ്പം നമ്മൾ ഭഗവാന്റെ കേട്ടിട്ടുണ്ടാവും, ഭഗവത് നാമങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നശിക്കില്ല, അത് അവിടെ കിടക്കുക. അതൊന്ന് പിന്നെ അടുത്ത ജന്മം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങേ വേണ്ടുള്ളൂ ഭക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം ഇതിലൊരു പ്രത്യവായില്ല, ആ കർമ്മത്തിൻ്റെ ഒരു നഷ്ടമോ ഒരു ത്രുട്ടിയോ വരില്ല, ന വിദ്യതയോ ഉണ്ടാവില്ല. അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ ധർമ്മ പരിശീലനത്തിൻ്റെ സ്വൽപ്പമപി, വളരെ കുറച്ചായാൽ പോലും മഹതഭയാത്രായതേ, വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് ഇത് അല്പസ്വല്പം അതിൻ്റെ ധർമാധിഷ്ഠാനമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അപ്പം ചെയ്യുക? കർത്തവ്യമാണ്, ഇതെൻ്റെ കർത്തവ്യമാണ്. ചിലപ്പോൾ ആ കർമ്മം കുറച്ച് ക്ലിഷ്ടമായിരിക്കാം, ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, പക്ഷേ അത് എൻ്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ഒരു ക്ലിഷ്ടതയും തോന്നില്ല, സന്തോഷത്തോടു കൂടെ ആ കർമ്മം ചെയ്യും. അത് വലിയ വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കും. ഏതാ വലിയ വലിയ ഭയം? നമ്മുടെ എല്ലാവരുടെയും വലിയ ഭയം എന്താണ്? മരണഭയം അല്ലേ? മരണത്തിൽ നിന്ന്. കാരണം മരിച്ചാൽ വീണ്ടും ജനിക്കും, ജനിച്ചാൽ വീണ്ടും മരിക്കും. ഇതൊരു ചക്രം മാതിരിയാണ്. അപ്പം ഈ ചക്രത്തിനെ ഒന്ന് ഭേദിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. മരിച്ചാൽ പിന്നെയും ജനിക്കേണ്ടി വരും അല്ലേ? അപ്പം മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഞാൻ മരിക്കണു. അതിൽ അർജുനൻ്റെ അടുത്തൂടെ ഭഗവാൻ പറയണു. പക്ഷേ ഇതേ കാര്യം ശുകമഹർഷി പരീക്ഷത്തിൻ്റെ അടുത്തും അവസാനം ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ലാസ്റ്റിൽ പറയണ്ടായി. ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ നീ മരിക്കുമെന്ന്? ഭാഗവതത്തിൻ്റെ കൂടെ കൂടെ കേൾക്കുമ്പോൾ രണ്ടും കൂടി കേൾക്കുമ്പോൾ യോജിച്ച് വന്നാൽ അപ്പോഴാണ് നമ്മുടെ കൂടുതൽ നമുക്ക് അറിവ് നമ്മുടെ അത് ഒന്ന് അടിയുറയ്ക്കും. ഭാഗവതം ഒന്ന് വേറെ, ഭഗവത്ഗീത ഒന്ന് വേറെ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. രണ്ടിനെയും കൂട്ടി ഇണക്കി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ പതിപ്പായിട്ടുള്ള നാരായണീയം ഇതിനെ കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ പലയിടത്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ബന്ധം വളരെ ഉപകാരപ്രദവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ. രണ്ടും ഒന്ന് മറ്റേതിൻ്റെ പൂരകമാണ്. അപ്പം അങ്ങനെ ആ മഹത്തായ ഭയത്തുനിന്ന് ഈ കർത്തവ്യബോധത്തോടുകൂടെ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ വലിയ ഭയം അഥവാ മരണഭയത്തിൽ നിന്ന് നമുക്ക് മോചിതരാവാം. അപ്പം നമ്മൾ മരിക്കുകയല്ല ചെയ്യുക, കർത്തവ്യം ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെന്താണ്? നമ്മുടെ കയ്യിൽ പ്രാരബ്ധമില്ല. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു കർമ്മഫലങ്ങളും ഇല്ല. കർമ്മഫലം ഇല്ല വെച്ചാൽ വീണ്ടും ഒരു ജന്മമില്ല. അപ്പം ആ ഭയത്തുനിന്ന് മുക്തനായി. അപ്പം ആ വീണ്ടും പുനരഭി ജനനം പുനരഭി മരണത്തിന്ന് രക്ഷ നേടി. ഇപ്പം ഭഗവത് സമർപ്പണം എന്ന ലക്ഷ്യത്തോടുകൂടെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയാണെങ്കിലും കർത്തവ്യബോധത്തോട് ചെയ്യണ തോടുകൂടെ ചെയ്യണ ഒരു കർമ്മമാണെങ്കിലും ആ കർമ്മത്തിൽ ഒരു നഷ്ടം സംഭവിക്കില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും ലാഭിക്കാനുമില്ല, ഒന്നും അവിടെ ജയപരാജയവും ഇല്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റം വലിയ വലിയ ഭയങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം. അപ്പം നാളെ മുതൽക്ക് നമുക്ക് എല്ലാവർക്കും ഇനി ഇതെൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞിട്ട് എല്ലാ കർമ്മം ചെയ്യാം. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇനി ഒരു ജന്മമില്ല, ഇതിനൊരു മരണമില്ല. അപ്പം ജനന മരണങ്ങളെ അതിൻ്റെ ചക്രത്തിനെ ഭേദിക്കാൻ, അതിന്ന് രക്ഷപ്പെടാൻ എന്തേ വേണ്ടുള്ളൂ? ഇതെൻ്റെ കർത്തവ്യം എന്നുള്ള ബോധത്തിൽ നമ്മളെ എല്ലാ കർമ്മങ്ങളും ചെയ്യേ വേണ്ടുള്ളൂ. സാധാരണക്കാരൊക്കെ ധർമ്മം എന്ന് കേട്ടാൽ എന്താ വിചാരിക്കും? ധർമ്മം എന്ന് കേട്ടാൽ ഹിന്ദു, മുസൽമാൻ അല്ലെങ്കിൽ മറ്റുള്ള അതൊരു ധർമ്മം എന്ന് പറയും. വേറെ പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ സനാതനികളായിട്ടുള്ള നമ്മൾ വിചാരിക്കും ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, നമ്മളൊരു അവിടെ തൊഴുക, നമസ്കരിക്കുക, പ്രദക്ഷിണം ചെയ്യുക, ഇത് കുറച്ച് ദക്ഷിണ കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ആ പ്രസാദമൊക്കെ മേടിക്കുക, നെറ്റിയമ്പിലൊക്കെ ഇടുക, അത് പ്രസാദം വാങ്ങി കുറച്ച് കഴിക്കുക, തീർത്ഥം മേടിച്ച് കുടിക്കുക, ഇതൊക്കെ നമ്മൾ ധർമ്മമായി നമ്മുടെ ഇതാണ്. അതൊരു ഭാഗം മാത്രമാണ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പുണ്യം കിട്ടും, യാതൊരു സംശയമില്ല, പുണ്യം കിട്ടും.
പുണ്യം മാത്രം ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? വീണ്ടും ജന്മം എടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ അത് എൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ മുതൽക്ക് പിന്നെ ചെയ്യണ എല്ലാ കർത്തവ്യങ്ങളും ഭഗവത് സമർപ്പണമായിട്ട്, ചിലപ്പോൾ ഈ വഴി അടിച്ചു വരുന്ന ജോലിയായിരിക്കും ഒരു വ്യക്തിക്ക് കിട്ടുക, അല്ലെങ്കിൽ വേറെ അതിലും ക്ലിഷ്ടമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജഡ്ജിയുടെ എന്തെല്ലാം ഇങ്ങനത്തെ ഈ വലിയ വലിയ കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലയാളികളെയും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. പോലീസുകാരനായിക്കോട്ടെ, അവർ മനുഷ്യരല്ലേ അല്ലേ? ഒരു ആരാച്ചാരനായിക്കോട്ടെ അല്ലേ? തൂക്കി കൊല്ലേണ്ടി വരും. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ഒരു കർമ്മം ചെയ്ത് വെച്ചാൽ അപ്പൊ പിന്നെ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇതെന്റെ കർത്തവ്യമാണ് എന്നുള്ള അതിനോട് ദ്വേഷമില്ല, അതിനോട് രാഗവുമില്ല. വൈരാഗ്യഭാവത്തിൽ ഞാനിതായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ അപ്പം പിന്നെ കർമ്മഫലങ്ങളില്ല. അപ്പം അത്തരത്തിലൊരു യുദ്ധം ചെയ്താൽ നിനക്കും ഇതിൻ്റെ കർമ്മഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അല്ലാതെ നമ്മൾ വെറും ധർമ്മത്തിൻ്റെ ഒരു ഭാഗം മാത്രം പിടിച്ചിട്ട് കുറേ വായിക്കുക, കുറേ ജപിക്കുക, കുറേ അതിൻ്റെ പുണ്യം കിട്ടും. അതിന് ഒരു നാമം ജപിച്ചാൽ അതിൻ്റെ പുണ്യം ഉണ്ടാകും. ഒരു ലേശം എന്തെങ്കിലും നമ്മൾ ഭഗവത്ഗീതയുടെ ഒരു അധ്യായം വായിച്ചാൽ അതിൻ്റെ പുണ്യം ഉണ്ടാകും. പക്ഷെ ഇത് കർത്തവ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുണ്യപാപങ്ങൾ രണ്ടുമില്ല. പുണ്യം വേണ്ടാന്ന് ആരെങ്കിലും പറയാൻ തയ്യാറാവും? ഇതാണ് ആദ്യത്തെ ചോദ്യം. എനിക്ക് പുണ്യം വേണ്ട എന്ന് ആരെങ്കിലും പറയില്ല. അപ്പം എനിക്ക് പുണ്യം വേണം എന്നുള്ള അപ്പം ഇനി 41-ാമത്തെ ശ്ലോകം. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ വ്യവസായിന. ഹേ കുരുനന്ദന, നീ കുരു വംശജനാണ്, ആ കുരുനന്ദനാണ് അർജുന. കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രയും നിഷ്പക്ഷനായിരുന്നു, ധൈര്യശാലി ആയിരുന്നു, പക്ഷെ നിഷ്പക്ഷനായിരുന്നു എന്ന ആ ധൈര്യശാലി ആയാൽ മാത്രം പോരാ, നിഷ്പക്ഷനും കൂടിയാവണം. ആ കുരു അത്ര അപ്പം നീയും നിഷ്പക്ഷനായിട്ട് നിന്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, കർത്തവ്യ ബോധത്തോടു കൂടെ കർമ്മം ചെയ്യുക. ഹേ അർജുന, ഇഹ വ്യവസായാത്മിക ബുദ്ധി. ഇഹ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആത്മബോധത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ ആജ്ഞയാണ് എന്ന് വിചാരിച്ചിട്ട് കർത്തവ്യബോധത്തോടു കൂടെ ചെയ്യാം. അതിനെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയും. ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ചിട്ട് ആ ചെയ്യണ ആ സ്വഭാവം ആണെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധയ അത്തരം ബുദ്ധിശാലികൾ ബഹുശാഖാഹ്യ അനന്താശ്ച. അതല്ലാത്തവരോ ഒരു വിഭാഗക്കാർ വ്യവസായാത്മിക ബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാൽ വളരെ കർത്തവ്യ ബോധത്തോടു കൂടി ഇതെൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യണു. അത്തരം ബുദ്ധികളാണ് ഒരു വിഭാഗക്കാരൊക്കെ. അല്ലാത്തവരോ ബഹുശാഖ, അവർക്ക് ഏകാഗ്രത ഇല്ല, ബഹുശാഖകളാണ് അവർ. അപ്പോൾ ബഹുശാഖകളോട് കൂടിയ ബുദ്ധിയാണ് അവരുടെ. അനന്താച്ച, അതിന് അന്തല്ല, അനന്തമായിട്ടുള്ള ചിന്തകൾ. ഇവിടെ ഏകാഗ്രത ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കർത്തവ്യബോധം. അവർ പലതരത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഒരു ചിന്ത ഒരു ഭാഗത്തോ അടി ഉറച്ച് നിൽക്കുകയില്ല അവരുടെ. കുറച്ച് നേരം അതിനെപ്പറ്റി ചിന്തിക്കും, കുറച്ച് നേരം ഇതിനെപ്പറ്റി ചിന്തിക്കും, കുറച്ച് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏകാഗ്ര ബുദ്ധി അവർക്കില്ല. അപ്പം ഈ എല്ലാം ഭഗവത് ആജ്ഞ എന്നുറച്ചിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവര്, ആ വഴിക്ക് തിരിയുന്നവർ എന്ന് പറഞ്ഞാൽ കർത്തവ്യബോധത്തോടുകൂടെ കർമ്മം ചെയ്യുന്നവര് നിശ്ചയദാർഢ്യം ഉള്ളവരാണ്. അവർ വ്യവസായാത്മിക ബുദ്ധിയുള്ളവരാണ്, അവർ ദൃഢനിശ്ചയക്കാരുമാണ്. അപ്പം ലക്ഷ്യവും അവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? കർത്തവ്യബോധത്തോടുകൂടെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ മഹാഭയത്തിനെ തരണം ചെയ്യണം. ഇനി വീണ്ടും ഒരു അമ്മയുടെ ഗർഭത്തിൽ വന്ന് ആ കഷ്ടം അനുഭവിക്കാണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ അവർക്കുള്ളൂ. അപ്പം ആ ലക്ഷ്യത്തോടു കൂടെയാണ് അവരെല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഹേ അർജുന, ദൃഢനിശ്ചയമില്ലാത്തവരാണെങ്കിലോ എന്നാൽ ഒരു ദൃഢത ഇല്ല, കുറച്ചു നേരം അത് ചിന്തിക്കും, കുറച്ചു നേരം ഇത് ചിന്തിക്കും. അങ്ങനത്തെവരുടെ ബുദ്ധി ആകട്ടെ പല ശാഖകളോട് കൂടിയതാണ്. ഇത് ചെയ്താൽ എനിക്ക് പുണ്യം കിട്ടുമോ, ഇതെനിക്ക് ചെയ്താൽ പാപം കിട്ടുമോ, അങ്ങനെയാവോ ഇങ്ങനെയാവോ, ഈ ചിന്താഗതിക്കാരുടെ അവരുടെ ചിന്തയ്ക്ക് ഒരു അന്തവുമില്ല, അവസാനവുമില്ല. അഥവാ അവർക്ക് ഒട്ടും തന്നെ ഏകാഗ്രത ഇല്ലാണ്ട് ഒരു കർമ്മവും ശരിക്ക് നടക്കൂല്ല എന്നാണ് പറയണത്.
അപ്പം ഭഗവത് സമർപ്പണത്തിലൂടെ ജീവിത പരിപൂർണത എത്താൻ സാധിക്കും, ഔന്നത്യത്തിലേക്ക് എത്താൻ സാധിക്കും. അത്തരത്തിലെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരാളുടെ ദൃഢമായ വിശ്വാസത്തെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയപ്പെടുന്നു. നിരന്തരം അവരെ ഏക ചിന്തയിൽ മാത്രം ചിന്തിക്കും. അത്തരം ആത്മാക്കൾക്ക് ലൗകിക കർമ്മങ്ങളിലോ പാരമ്പര്യമായതും വൈദികമായതുമായ കർമ്മങ്ങളിലോ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവർ ചെയ്താലും അതിൻ്റെ കർമ്മങ്ങൾ അവർക്ക് ബാധ്യമല്ല. ലൗകികമായിട്ട് പല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടി വരുന്നു. അത് സ്പെഷ്യലി ഒരു ഗൃഹസ്ഥന്, വിരുന്നുകാർ വരും, വിരുന്നുകാരെ സ്വീകരിക്കണം, അവർക്ക് പല ഇതും പല ലൗകികമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതിൻ്റെ പുണ്യങ്ങളും പാപങ്ങളും ഉണ്ടാവും. അതുമാതിരി വൈദികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പാരമ്പര്യത്തിനനുസരിച്ചിട്ട് പാരമ്പര്യമായിട്ട് ശ്രാദ്ധാദികളെ പറ്റിയിട്ടൊക്കെ സാങ്കേയോഗത്തിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജന്മത്തിനെയും പുനർജന്മത്തിനെയും പറ്റിയിട്ട് മരണത്തിനെയൊക്കെ പറ്റിയിട്ട് ഭാഗവതത്തിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഫലം അവർക്ക് ബാധ്യമാവില്ല. കാരണം അവരുടെ ബുദ്ധി എന്താണ്? വ്യവസായാത്മിക ബുദ്ധിയാണ്. അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫലത്തിലേക്ക് യാതൊരു താല്പര്യവും അവർക്ക് ഉണ്ടാവില്ല. യാമിമാ പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിത വേദവാദരതാ പാർത്ഥ ജ്ഞാനദസ്ഥിതിവാദിന കാമാത്മാന സ്വർഗപരാ ജന്മകർമ്മഫലപ്രദ ക്രിയാവിശേഷ ബഹുലാ ഭോഗൈശ്വര്യഗതിം പ്രതി. ഹേ പാർത്ഥ, യാമിമാ പുഷ്പിതാം വാചം, യാ ഇമം പുഷ്പിതാം വാചം. പുഷ്പിതാം വാചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുഷ്പങ്ങൾ മാതിരിയുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ മാതിരിയുള്ള വാക്കുകൾ എന്താണ്? ഫലശ്രുതിയോട് കൂടിയിട്ടുള്ള വാക്കുകൾ. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താ പറയണത്? ഏ പാർത്ഥ അവിപശ്ചിത, ആ വിപശ്ചിത എന്നുണ്ടെങ്കിൽ മൂഢന്മാരെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി ഇല്ലാത്തവരെയാണോ മൂഢന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല, നല്ല ബുദ്ധിശാലികളാണ് അവർ, നല്ല ബുദ്ധിശാലികളാണ്. പക്ഷേ അവര് ഫലേച്ഛയോടുകൂടി ചെയ്യും. എന്നാൽ എനിക്ക് അടുത്ത ജന്മം വലിയ കുടുംബത്തിൽ ജന്മം കിട്ടണം, ധനാഢ്യൻ്റെ വീട്ടിൽ കുടുംബത്തിൽ എനിക്ക് ജന്മം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് സ്വർഗത്ത് പോകണം, ഇതൊക്കെയാണ് അവരുടെ കാമനകൾ. ആ വിപശ്ചിത അത്തരക്കാരെ ഭഗവാൻ ഇവിടെ മൂഢൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദവാദരത, വേദത്തെ അനുസരിക്കുക, അവർ വേദവാക്യം മാത്രമേ അനുസരിക്കുള്ളൂ. കാരണം വേദത്തിൽ ഇത്തരം പുഷ്പിതമായിട്ടുള്ള വാക്കുകളുണ്ട്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയണത്, ഇതിൽ ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ആ ഫലം കിട്ടും, ഇത് കിട്ടും, ഇത് കിട്ടും. കാരണം മനുഷ്യരെ വേദം വഴി തെറ്റിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അതെന്തിനാണ്? ചെറിയ ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മ പല ഓഫർ വയ്ക്കും. ഇന്ന് നീ നല്ല കുട്ടിയായിട്ട് എല്ലാം പഠിച്ചു വന്നു, കരയാണ്ട് ഇവിടെ നല്ല മിടുക്കനായിട്ടിരുന്ന, എന്നാൽ ഞാൻ നിനക്ക് നീ വരുമ്പോൾ ഇത് തരാം, നിനക്ക് ആ ചോക്ലേറ്റ് മേടിച്ചു തരാം, ഈ സ്വീറ്റ് ഉണ്ടാക്കി തരാം, പല ഓഫർ കൊടുക്കും കുട്ടിക്കല്ലേ. കുട്ടിക്ക് ആദ്യം അതിലേക്കായിരിക്കും ശ്രദ്ധ. എനിക്ക് അല്ലെങ്കിൽ കളിപ്പാട്ടം തരാം, നീ ഇത്ര പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇതാ ഇത്ര നല്ല കളിപ്പാട്ടം മേടിച്ചു തരാം. ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രലോഭനങ്ങൾ കൊടുക്കും. അന്നെന്താ കുട്ടി കുറച്ചും വലിയ കുട്ടിയായി, വലിയ കോളേജിലൊക്കെ പഠിക്കൽ തുടങ്ങി. ആ സമയത്ത് ആ കുട്ടിക്ക് അതിന് വല്ല പ്രലോഭനത്തിലും താല്പര്യമുണ്ടോ? ആ കുട്ടിക്ക് സ്വീറ്റിലോ അല്ലെങ്കിൽ കളിപ്പാട്ടത്തിലോ ഒന്നിലുമില്ല. അപ്പോഴേക്കും ആ കുട്ടി മുതിർന്നു. പക്ഷേ ചില വ്യക്തികൾ എന്താണ്, ഈ വേദത്തിൽ തന്നെ പിടിച്ചു നിൽക്കും. വേദം അവരെ ഒന്ന് ആധ്യാത്മികത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനത്തെ ഓരോ പ്രലോഭനങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് അവരെ എന്നൊക്കെയായിട്ട് ഇവിടെ അതിൽ തളച്ചിടാനല്ല. ആദ്യം ഒരു അട്രാക്ഷൻ കൊടുക്കണം, ഒരു ഫലശ്രുതി കൊടുത്താൽ ആൾക്കാർ അതിലേക്ക് തൽപരരാകും. വേദം പഠിക്കുക, അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുക, ക്ഷേത്രത്തിൽ പോയി പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകും. പക്ഷേ ക്ഷേത്രത്തിൽ പോണേൻ്റെ എന്താണ് ലാഭം? എന്നേക്കും നമുക്ക് പുണ്യമായിട്ട് വീണ്ടും ജനനം മരണം മതിയോ? അല്ല, സർവം ഭഗവാന് സമർപ്പിക്കാൻ തയ്യാറാവണം എന്നുള്ള ആ ബോധത്തിലേക്ക് എത്താനാണ് വേദം നമ്മളെ ഇതൊക്കെ ഓരോ പ്രലോഭനങ്ങൾ തന്നിട്ടുള്ളത്. പക്ഷേ ഇവരത് മനസ്സിലാക്കണില്ലെങ്കിൽ അവരെ തന്നെ ഭഗവാൻ പറയുകയും ചെയ്തു, അവർ അവിപശ്ചിതന്മാരാണ്, എന്നാൽ മൂഢന്മാരാണ്. അവർ വേദത്തെ മാത്രമേ അനുസരിക്കുള്ളൂ, അതിൻ്റെ അപ്പുറം അവർക്കൊന്നുമില്ല. അന്യത് ന അസ്തി ഇതി, വേറെ യാതൊന്നും അവർ കേൾക്കാൻ തയ്യാറാവില്ല എന്ന്
വാദിക്കുന്നവരാണ് അവരെ. വാദിന, അവർ വാദിക്കും. ഇല്ല, വേദം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യും, വേദത്തിൽ അതാ പറഞ്ഞത്, അതിനപ്പുറം ഞാൻ ചെയ്യില്ല എന്നുള്ള ആ വാദിക്കുന്നവരും അവർ പിന്നെ ആരാണ്? കാമാത്മാന, അവർക്ക് കാമനകൾ പൂർത്തിയാവണം. അവർ ഇന്ദ്രിയ തൃപ്തികളിൽ, മനസ്സിന്റെ തൃപ്തി, മനസ്സിനെന്താ? സ്വർഗത്ത് പോകണം. അപ്പം അങ്ങനെ ആ ഇന്ദ്രിയ തൃപ്തി അതിൽ മാത്രം എപ്പോഴും തൽപരരും. സ്വർഗപര, സ്വർഗകാംക്ഷികളാണ് അവര്. അവർക്ക് സ്വർഗത്ത് പോണേൽക്കാണ് താല്പര്യം. ആ സ്വർഗത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ സുഖം കിട്ടും, ഈ സുഖം കിട്ടും എന്നുള്ള സ്വർഗകാംക്ഷികളാണ് അവര്. ജന്മ കർമ്മ ഫലപ്രദം, അതിലെന്താ പറയുക? നല്ല ജന്മം, നല്ല സത്കർമ്മം, ഇതൊക്കെ അവർക്ക് ചെയ്താൽ ആ ആ കർമ്മങ്ങൾ ചെയ്താൽ നല്ല കുടുംബത്തിൽ ജന്മം കിട്ടും, നല്ല ഭാഗ്യങ്ങൾ കിട്ടും അവർക്ക്. അപ്പം ഭാഗ്യങ്ങൾ, പുണ്യം ഉണ്ടെങ്കിലല്ലേ ഭാഗ്യമായി മാറുക. അപ്പം നല്ല സ്വർഗം കിട്ടും, അത് കഴിഞ്ഞിട്ട് നല്ല ധനാഢ്യൻ്റെ കുടുംബത്തിൽ ജന്മം കിട്ടും, പിന്നെ അതിൻ്റെ ഫലങ്ങളായിട്ടുള്ള പുണ്യങ്ങളും ആ ഭാഗ്യങ്ങളും കിട്ടും, നല്ല നല്ല സത്കർമ്മങ്ങൾ ചെയ്യാൻ പിന്നെ അവസരം കിട്ടും, അപ്പോൾ വീണ്ടും അതിൻ്റെ ഫലം കിട്ടും. ഇതൊക്കെയാണ് അവരുടെ മനസ്സിൻ്റെ ചിന്തകൾ. പിന്നെ ഭോഗൈശ്വര്യഗതിയും പ്രതി, ഭോഗൈശ്വര്യ പ്രാപ്തിയെക്കുറിച്ചിട്ട് ഈ ഭോഗങ്ങൾ സുഖമായിട്ട് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നുള്ള അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും. അതിനെപ്പറ്റി എപ്പോഴും ക്രിയാവിശേഷ ബഹുല, ക്രിയാവിശേഷങ്ങൾ ധാരാളം ഉള്ളത്. ക്രിയാവിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫലങ്ങൾ പ്രാപ്തി ചെയ്യാം. യാമിമാ പുഷ്പിതാം വാചം, യാം, ഇത്തരം വളരെ പുഷ്പിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വാക്കിനെ പ്രവദന്തി, ആ വേദത്തിൻ്റെ കാര്യങ്ങൾ അവർ എപ്പോഴും അതന്നെ എല്ലാവർക്കും പറഞ്ഞ് അവർ കേൾപ്പിക്കും. അപ്പോൾ വേദം മുതലായിട്ടുള്ള ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ സ്വർഗലോകപ്രാപ്തി, ധന്യമായിട്ടുള്ള പുനർജന്മം, ഐശ്വര്യം, പ്രഭാവം മുതലായിട്ടുള്ള ആ സുഖങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ ഫലത്തിൻ്റെ അപേക്ഷയോടുകൂടി ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അഥവാ ഈ ഫലാകാംക്ഷയോട് കൂടി കർമ്മങ്ങൾ ചെയ്യണ മൂഢര് എന്ന് ഭഗവാൻ പറഞ്ഞു. അത്തരക്കാര് അല്പബുദ്ധികളാണ്. അത്യന്തം ആസക്തരാവും അതിൽ. എന്നാൽ അവർ അല്പബുദ്ധികളാണ്. അവർ കൂടുതൽ താൽക്കാലിക സുഖങ്ങളെ പറ്റിയേ ചിന്തിക്കുള്ളൂ, എന്നേക്കും അനശ്വരമായ സുഖത്തിനെ പറ്റി അവർ ചിന്തിക്കണില്ല. അപ്പം അത് കാരണം അവരെ അല്പബുദ്ധികൾ എന്ന് പറയണു. അപ്പം അവർ ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തിനെയും ആഗ്രഹിക്കുന്നവരാണ്. അവർ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ട് ഒന്നുമില്ല എന്നവർ വാദിച്ചു കൊണ്ടിരിക്കും. ഇതന്നെയാണ് ഏറ്റവും വലുത്, സ്വർഗപ്രാപ്തിയാണ് ഏറ്റവും വലുത്, അതിലും വലിയൊരു സുഖമില്ല എന്നവർ വാദിച്ച് തെളിഞ്ഞു നിൽക്കും. അവർക്ക് മോക്ഷത്തിനെ പറ്റിയിട്ട് അത്ര വലിയ ഒരു താല്പര്യം കാണില്ല. അത്തരക്കാരെ ഇവിടെ എന്താ പറയണത്? അവർ വെറുതെ ഒരു വിഷവൃക്ഷത്തിനെ നട്ട് നനച്ച് വളർത്തുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? വിഷമാണ്. അതിൻ്റെ പുഷ്പങ്ങളൊക്കെ വളരെ ചന്തമുള്ളതാണ്, ഭംഗിയുണ്ടത്. പക്ഷേ അതിൻ്റെ ഫലങ്ങളോ അത് ഉപയുക്തമല്ല. അത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിഷമാണതിൽ. കാരണം വിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കും, മരിച്ച് ജനിക്കും, വീണ്ടും മരിക്കും. ആ സുഖഭോഗങ്ങളെ വീണ്ടും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കും. കർമ്മങ്ങൾ ചെയ്യിക്കുമ്പോൾ വീണ്ടും ഫലങ്ങളും പ്രാരബ്ധങ്ങളും ഉണ്ടാവും. വീണ്ടും ജനിക്കും, വീണ്ടും മരിക്കും. അപ്പം ഈ ചക്രത്തിനുള്ളിൽ കടന്ന് വീണ്ടും ഉരുളണ്ടി വരും. അത്തരക്കാരെ അവർക്ക് ഇതിൻ്റെ ഫലം എന്താണ് ഉണ്ടാവുക? മധുരമായിരിക്കുമോ അതോ വിഷലിപ്തമായിരിക്കുമോ എന്നവർക്ക് അറിയില്ല. അപ്പം അതറിയാണ്ട് മൂഢന്മാരായിട്ടുള്ള ഈ ഫലാകാംക്ഷികളായിട്ടുള്ള മൂഢന്മാർ അഥവാ അല്പബുദ്ധികള് വിഷവൃക്ഷത്തിൻ്റെ പൂക്കളാൽ ആകർഷിക്കപ്പെടുന്നവരെ പോലെ അത്തരം അജ്ഞാനികളായിട്ടുള്ള മനുഷ്യര് സ്വർഗസുഖത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീണ്ടും ഒരു സുഖഭോഗത്തോടു കൂടിയ പുനർജന്മത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ആ വേദത്തിലത്തെ കാര്യങ്ങളെ വാദിച്ചും കൊണ്ട് അതിലാണ് ഏറ്റവും യഥാർത്ഥ അറിവ് എന്നവരിങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഭഗവാൻ പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ.